ഷെഫ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. മുട്ട പൊട്ടിച്ചൊഴിച്ച ഒരു കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. അതിനുവേണ്ടി ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് ഇവയാണ്: 3 മുട്ട, 2 തക്കാളി നീളത്തിൽ സ്ലൈസ് ചെയ്തത്, 1 സവാള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് കീറിയത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതൊന്ന് ചതച്ചെടുത്തത്, 3 വെളുത്തുള്ളി 2ആയി കട്ട് ചെയ്തൊന്ന് ചെറുതായിട്ട് ചതച്ചത്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇന്നത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ച കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കറി തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് ആദ്യം പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കാം, അതുപോലെ വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം, പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലയും തക്കാളിയും കൂടി ചേർത്ത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി ഒന്ന് വെന്തുടയുന്ന വരെ നമുക്കിതൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി ഒന്ന് വെന്തുടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളിട്ട് വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം, അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്തെടുക്കാം. അതുമൊന്ന് ഇതിൻ്റെ ഇത്രയും മാറുന്ന വരെ ഒന്ന് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയും മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് അളവിൽ വെള്ളം ചേർത്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇതിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ചെറിയ തീയിൽ ഇത് നന്നായി തിളക്കുന്ന വരെ നമുക്ക് വീണ്ടും മൂടി വെച്ച് തിളപ്പിക്കാം. കറി നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറിയിൽ ഈ മുട്ട ഇങ്ങനെ കിടന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മുട്ട ഇങ്ങനെ കറിയിൽ കിടന്ന് തിളച്ച് കട്ടിയായി തുടങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മുട്ട വേവുന്ന വരെ നമുക്ക് ചെറുതീയിലിട്ട് തിളപ്പിക്കാം. ഈ കറിക്കിപ്പം അത്യാവശ്യം നല്ല എരിവുണ്ട്. നമുക്ക് എരിവ് കുറവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിൻ്റെയോ മുളക് പൊടിയുടെ ഒക്കെ അളവ് വേണമെങ്കിൽ കുറക്കാം. അപ്പോൾ നമ്മുടെ മുട്ട പൊട്ടിച്ച് ഒഴിച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ഈ കറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളിതൊരു തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കിയിട്ടതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഓൾ ഒന്നും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ഞാൻ ഇത് കൂടാതെ മുട്ട പുഴുങ്ങിയിട്ട് കറിയാക്കിയതും സ്ക്രാമ്പിൾഡ് എഗ്ഗിൻ്റെയും അതുപോലെ ചിക്രുമാനിസ് മുട്ടത്തോരൻ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് എൻ്റെ ചാനലിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി കാണാം. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.